മൗലികാവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് കോടതികളെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങളെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ വിളംബരമാണ് മാഗ്ന കാർത്ത. ഈ മാഗ്ന കാർത്തയിലാണ് ആദ്യമായിട്ട് ഹെബിയസ് കോർപ്പസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹെബിയസ് കോർപ്പസ്? എല്ലാവർക്കും നമസ്കാരം. എവർക്കും KE ലേണിംഗിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിശാഖ് മോഹൻ. ഞാൻ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന. ഒരു PSC ഉദ്യോഗാർത്ഥി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. എസ്പെഷ്യലി നിങ്ങളൊരു LP UP എക്സാമിനേഷനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മസ്റ്റാണ്. ചോദ്യങ്ങൾ നമുക്ക് പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നല്ലാതെ ഒരുപാട് ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങളൊന്നും പൊതുവെ ചോദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകാല ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മാതൃകകൾ എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാല ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മളൊരു PSC ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മുൻകാല ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശം എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ്. മൗലികാവകാശത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃട്ടുകളിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും നല്ല രീതിയിൽ വൃട്ടുകൾ എത്രയും നിസ്സാരമായിട്ട് പഠിച്ചെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വൃട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വൃട്ട് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ വൃട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം നമ്മൾ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. വൃട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം നമ്മൾ വ്യക്തമാക്കുന്നത് ആർട്ടിക്കിൾ 32 അതോടൊപ്പം തന്നെ അനുച്ഛേദം 226 ഒന്ന് 32, മറ്റൊന്ന് 226. സോ എന്താണ് വൃട്ടെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. മൗലികാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ്. ഈ അനുച്ഛേദങ്ങളിൽ ഏതെങ്കിലും ഒരു മൗലികാവകാശം ലംഘിച്ചു എന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഈ ലംഘിക്കപ്പെട്ട മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോടതികളെ സമീപിക്കാനുള്ള ഒരു അധികാരമുണ്ടല്ലോ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോടതിയെ നിങ്ങൾ സമീപിക്കുകയും ഈ കോടതികൾ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മൗലികാവകാശങ്ങൾ നേടിത്തരാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് വൃട്ട് എന്ന് വിളിക്കുന്നത്, അല്ലേ? മൗലികാവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് കോടതികളെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങളെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് വൃട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമല്ലോ, ആ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ വൃട്ട് എന്ന് വിളിക്കുന്നത്. സോ ഇന്ത്യയിൽ വൃട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം 2 രീതിയിലാണ് കിട്ടുന്നത്. ഒന്ന് സുപ്രീം കോടതിക്കും മറ്റൊന്ന് ഹൈക്കോടതിക്കുമാണ്. അപ്പോൾ ഇന്ത്യയിൽ വൃട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ള 2 കോടതി ഏതാണ്? ഒന്ന് സുപ്രീം കോടതി, മറ്റൊന്ന് ഹൈക്കോടതി. സോ സുപ്രീം കോടതിക്ക് വൃട്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരം കിട്ടുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 32 226 ആയിരിക്കും ഹൈക്കോടതിക്ക് വൃട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കിട്ടുന്നത്. 226 ഹൈക്കോടതിക്ക് വൃട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. ഈ വൃട്ട് എന്ന് പറയുന്ന ഈ ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുക്കുന്നതെന്ന് അറിയാമോ? അത് ബ്രിട്ടനിൽ നിന്നാണ്. വൃട്ട് എന്ന് പറയുന്ന ആശയം കടമെടുക്കുന്നത് ബ്രിട്ടനിൽ നിന്ന്. വൃട്ട്, ബ്രിട്ടൻ. ക്ലാരിറ്റി ഉണ്ടോ? അത് ഓർത്ത് വെക്കുക. ബ്രിട്ടനിൽ ഈ വൃട്ടിനെ എന്ത് വിളിക്കുന്നു എന്ന് അറിയാമോ? പ്രൊറഗേറ്റീവ് വൃട്ടുകൾ എന്നാണ് ബ്രിട്ടനിൽ ഈ വൃട്ടുകളെ അറിയപ്പെടുന്നത്. എന്താണ്? പ്രൊറഗേറ്റീവ് വൃട്ടുകൾ എന്നാണ് ബ്രിട്ടനിൽ ഈ വൃട്ടുകളെ അറിയപ്പെടുന്നത്. സോ എന്താണ് വൃട്ട് എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 തരത്തിലുള്ള വൃട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഇന്ത്യയിൽ സാധ്യമാക്കിയിരിക്കുന്നത്. 5 വൃട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഇന്ത്യയിൽ സാധ്യമാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം വരുന്നത് ഹെബിയസ് കോർപ്പസ് ആണ്, അല്ലേ? രണ്ടാമത് മാൻഡമസ്, മൂന്നാമത് സെർഷ്യോറാറി, 4ാമത് പ്രൊഹിബിഷൻ, 5ാമത് കോവാരണ്ടോ. ഈ 5 വൃട്ടുകൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഏറ്റവും ആദ്യത്തെ വൃട്ടിൻ്റെ പേരാണ് ഹെബിയസ് കോർപ്പസ് എന്ന് പറയും. ഹെബിയസ് കോർപ്പസ്. ദി വേർഡ് ഹെബിയസ് കോർപ്പസ്. ഈ പറയുന്ന വാക്കുകളൊക്കെ ലാറ്റിൻ വാക്കുകളാണ്. ഹെബിയസ് കോർപ്പസ് എന്ന് പറയുന്നതും ഒരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. ഹെബിയസ് കോർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ലിറ്ററൽ മീനിങ് അഥവാ വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. ഹെബിയസ് കോർപ്പസിനെ കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് 1215 മാഗ്ന കാർത്തയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ വിളംബരമാണ് മാഗ്ന കാർത്ത. ഈ മാഗ്ന കാർത്തയിലാണ് ആദ്യമായിട്ട് ഹെബിയസ് കോർപ്പസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹെബിയസ് കോർപ്പസ്? ഒരു വ്യക്തിയെ അന്യായമായിട്ടോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടോ അറസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു വ്യക്തിയെ അന്യായമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ അറസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ദിവസം വീട്ടിൽ വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പോലീസ് വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു.
എങ്ങോട്ടേക്കാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നോ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നോ അല്ലെങ്കിൽ എന്ത് നിയമലംഘനത്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നോ നിങ്ങൾക്കറിയുന്നില്ല. അപ്പോൾ അവിടെ ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായിട്ടല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആണ്. അപ്പോൾ അന്യായമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഏത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടും? ഒന്ന് 21 പ്രകാരമുള്ള ജീവിക്കാനുള്ള മൗലികാവകാശം ലംഘിക്കപ്പെടുന്നില്ലേ? ഉണ്ട്. മറ്റൊന്ന് 22 പ്രകാരമുള്ള അറസ്റ്റ് ചെയ്യുമ്പോഴും തടവിൽ വെക്കുമ്പോഴുമുള്ള മൗലികാവകാശമില്ലേ? 22. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയെ ഹാജരാക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തെയുമാണ് ലംഘിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ ഏത് റിട്ടുമായിട്ട് ബന്ധപ്പെടാം? നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ആ സമയത്ത് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതികൾക്കോ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഉത്തരവിന് പറയുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ്. സുപ്രീം കോടതി ഹൈക്കോടതി എന്ത് ആവശ്യപ്പെടും? ഈ പറയുന്ന വ്യക്തിയെ ഉടനടി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോടതിയുടെ മുമ്പാകെ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെടും, ഇല്ലേ? അപ്പം എസ്പെഷ്യലി ആ വ്യക്തിയുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. ആ ലംഘിക്കപ്പെട്ട പോയ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഐദർ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉത്തരവിലൂടെ എന്ത് പറഞ്ഞു? ഈ വ്യക്തിയെ നേരിട്ട് ഹാജരാക്കിയിരിക്കണം, ഉടനടി തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം ഹാജരാക്കിയിരിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മൗലികാവകാശം, നഷ്ടപ്പെട്ടു പോയ മൗലികാവകാശം തിരിച്ചു കിട്ടിയില്ലേ? യെസ്, അതാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് ഉപയോഗിക്കുന്നത്. സോ അന്യായമായിട്ടോ അഥവാ ഇല്ലീഗലായിട്ടോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? സോ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്കിന് അനുബന്ധമായിട്ട് പഠിക്കേണ്ട വാക്ക് ശരീരം ഹാജരാക്കുക എന്നുള്ളതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു വാക്ക് പഠിക്കാം, ഹ്യൂമൻ ബോഡി. ഓർത്ത് വെക്കണേ, ഹ്യൂമൻ ബോഡി. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്ക്, ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഈ വാക്ക് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹേബിയസ് കോർപ്പസ് എന്ന് ഓർത്ത് വെക്കാൻ പാടില്ലേ? ഹ്യൂമൻ ബോഡി മിസ്സാകുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. സോ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്കുമായിട്ട് നമുക്ക് എന്ത് വാക്ക് ഓർത്ത് വെക്കണം? ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെക്കുക. പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞ വാക്കാണ് ഇത്. ഇതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല. ലിറ്ററൽ ട്രാൻസ്ലേഷൻ ശരീരം ഹാജരാക്കുക എന്നുള്ളതാണെങ്കിലും നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി, കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ ആണോ? രണ്ടാമതായിട്ട് വരുന്ന റിട്ടിൻ്റെ പേരാണ് മാൻഡമസ് എന്നാണ് പറയുന്നത്. മാൻഡമസ്. ഈ മാൻഡമസിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് നാം കൽപ്പിക്കുക എന്നുള്ളതാണ്. നാം കൽപ്പിക്കുക. മാൻഡമസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് നാം കൽപ്പിക്കുക എന്നുള്ളതാണ്. നാം കൽപ്പിക്കുക എന്നുള്ളതാണ്. ഈ മാൻഡമസ് എന്തിനാണ്, എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്. ഒരു പൊതു നിയമനം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരു പൊതുവായിട്ടുള്ളതോ അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട ജോലികൾ ചെയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടിന് പറയുന്ന പേരാണ് മാൻഡമസ്. ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളൊരു കംപ്ലയിൻറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നു. നിങ്ങളോട് പരാതി എഴുതി കൊടുക്കുകയും പക്ഷേ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ FIR ഫയൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. FIR ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രധാനമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ആ ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യേണ്ട ജോലിയല്ലേ ചെയ്യാതിരിക്കുന്നത്? ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലോ ഹൈക്കോടതികളോ നിങ്ങൾക്ക് സമീപിക്കാം. ഏതിലൂടെ? മാൻഡമസിലൂടെ. അങ്ങനെ കോടതി മാൻഡമസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി എന്ത് ചെയ്തിരിക്കണം? FIR ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിട്ടിന് പറയുന്ന പേരാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മാൻഡമസുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കണക്റ്റഡ് വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൻഡമസിൻ്റെ വാക്ക് മാൻ മസ്റ്റ് ഡു ഇറ്റ് എന്നുള്ളതാണ്. മാൻ മസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, മനുഷ്യ നിങ്ങൾ ആ ഡ്യൂട്ടി ചെയ്യൂ എന്നല്ലേ പറയുന്നത്? മാൻ മസ്റ്റ് ഡു ഇറ്റ്. മാൻ മസ്റ്റ് ഡു ഇറ്റ്. ജോലി ചെയ്യണമെന്നല്ലേ പറയുന്നത്. സോ മാൻഡമസുമായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ട വാക്ക് ഏതാണ്? മാൻ മസ്റ്റ് ഡു ഇറ്റ്. മാൻ മസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, സോ അത് ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡാണ് മാൻ മസ്റ്റ് ഡു ഇറ്റ്. അടുത്തതായിട്ട് പഠിക്കേണ്ട അടുത്ത റിട്ടിനാണ് നമ്മൾ പ്രൊഹിബിഷൻ എന്ന് പറയും. പ്രൊഹിബിഷൻ. ഇതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് തടയുക എന്നുള്ളതാണ്. ഫോർബിഡ് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ റിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എപ്പോഴാണ് പ്രൊഹിബിഷൻ യൂസ് ചെയ്യുന്നത്? കീഴ്ക്കോടതികളായിട്ടുള്ള കോടതികൾ
അവരുടെ അധികാരപരിധി ലംഘിച്ചുകൊണ്ട് കേസുകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മേൽക്കോടതികളായിട്ടുള്ള സുപ്രീം കോടതിയും ഹൈക്കോടതിയും കീഴ്ക്കോടതികളോട് ആ പ്രവൃത്തി ചെയ്യരുത് അല്ലെങ്കിൽ ഇനി അനങ്ങരുത് എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. സോ ഇവിടെ ആർക്കാണ് പ്രവേശനമില്ല എന്ന് പറയുന്നത്? കീഴ്ക്കോടതികൾക്കാണ്. കീഴ്ക്കോടതികൾക്കുള്ള അധികാരപരിധി വ്യക്തമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? ആ അധികാരപരിധി ലംഘിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങളില്ല, നിങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ യന്ത്രം എന്ത് ചെയ്യുക, നിർത്തിവെക്കാൻ വേണ്ടി ആരാവശ്യപ്പെടും? കീഴ്ക്കോടതികളായിട്ടുള്ള സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവശ്യപ്പെടും. ഏത് വിധത്തിലൂടെയാണ്? പ്രൊഹിബിഷനിലൂടെയാണ് ആവശ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, മുൻസിഫ് കോടതി എന്ന് പറയുന്നൊരു കോടതിയുണ്ട്. അത് ബേസിക്കലി ഒരു സിവിൽ കോടതിയാണ്. മുൻസിഫ് കോടതികൾക്ക് ക്രിമിനൽ കേസുകൾ എടുക്കാനുള്ള അധികാരങ്ങളില്ല. ഈ പറയുന്ന മുൻസിഫ് കോടതി അധികാരപരിധി ലംഘിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ കേസ് എടുക്കുകയും അതിൻ്റെ വിചാരണ നടത്തുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ തരത്തിലുള്ള ഒരു റിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യപ്പെടും? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രിമിനൽ കേസിൻ്റെ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യണം? നിർത്തിവെച്ചിരിക്കണം. കാരണം ആ ക്രിമിനൽ കേസുകൾ എടുക്കാനുള്ള അധികാരം മുൻസിഫ് കോടതി എന്ന് പറയുന്ന സിവിൽ കോടതിക്കുണ്ടോ? ഇല്ല. അവർ അധികാരപരിധി ലംഘിച്ചുകൊണ്ടല്ലേ ആ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊഹിബിഷൻ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? മേൽക്കോടതികളായിട്ടുള്ള സുപ്രീം കോടതിയും ഹൈക്കോടതിയും കീഴ്ക്കോടതികളായിട്ടുള്ള കോടതികൾ അധികാരപരിധി ലംഘിക്കുമ്പോഴാണ് പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യുന്നത്. പ്രൊഹിബിഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അറിയേണ്ട കണക്റ്റഡ് വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഹിബിറ്റ് തന്നെയാണ്. ഓർത്തു വെക്കാൻ എളുപ്പം തന്നെയാണ്, പ്രൊഹിബിറ്റ് തന്നെയാണ് അല്ലേ? പ്രൊഹിബിറ്റ് മറക്കരുത്. അടുത്തതായിട്ട് വരുന്ന വൃറ്റിന് പറയുന്ന പേരാണ് സെർഷ്യോറാറി എന്നാണ് വിളിക്കുന്ന പേര്, സെർഷ്യോറാറി. ഈ വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അഥവാ സർട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക. സാക്ഷ്യപ്പെടുത്തുക, സർട്ടിഫൈ ചെയ്യുക, പൂർണ്ണ വിവരം നൽകുക. എപ്പോഴാണ് വൃറ്റ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. കീഴ്ക്കോടതികളായിട്ടുള്ള കോടതികൾ അവരുടെ അധികാരപരിധി ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമം വളച്ചൊടിക്കുകയോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അധികാരപരിധി ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിയമം വളച്ചൊടിച്ച് ഒരു കേസിൻ്റെ വിചാരണ ചെയ്യുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറയുകയും ചെയ്തു. പ്രൊഹിബിഷനിൽ വിധി പറഞ്ഞിട്ടില്ല, പക്ഷേ സെർഷ്യോററിയിൽ എന്ത് ചെയ്തു? ആ കോടതി അധികാരപരിധി ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിയമം വളച്ചുകൊണ്ടോ ഒരു വിധി പറഞ്ഞു. നിയമം വളച്ചൊടിച്ചുകൊണ്ടോ ഒരു വിധി പറഞ്ഞു. ആ വിധിയെ മേൽക്കോടതികളായിട്ടുള്ള സുപ്രീം കോടതിയും ഹൈക്കോടതിയും റദ്ദാക്കുകയും ആ കേസ് മേൽക്കോടതിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. മേൽക്കോടതികളിലേക്ക് കൈമാറ്റം ചെയ്യാൻ ആവശ്യപ്പെടും. പ്രൊഹിബിഷനിൽ കൈമാറ്റം ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. അവിടെ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവിടെ നിർത്തിവെക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ വിധി റദ്ദാക്കപ്പെടുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കോളാം, മേൽക്കോടതികളായിട്ടുള്ള സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നോക്കിക്കോളാം എന്ന് പറയുകയും ചെയ്യുന്നു. ആ കേസ് ആർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു? സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്, കൈമാറ്റമാണ് നടക്കുന്നത്. ആ കൈമാറ്റം ചെയ്യുന്നതിനെ നമുക്കെന്ന് വിളിക്കാം? സെർഷ്യോററി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ സെർഷ്യോററിയുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ, കൈമാറ്റം ചെയ്യുക. സെർഷ്യോററി ട്രാൻസ്ഫർ. ഓക്കെ ആണല്ലോ? സെർഷ്യോററി ട്രാൻസ്ഫർ. ആൻഡ് ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് കോവാരണ്ടോ ആണ്. കോവാരണ്ടോ. അപ്പോൾ എന്താണ് കോവാരണ്ടോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. കോവാരണ്ടോയിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്തധികാരം എന്നുള്ളതാണ്. ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എന്തധികാരമുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു പൊതു നിയമനത്തിലേക്ക് ഒരു വ്യക്തിയെ അന്യായമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ അദ്ദേഹത്തിനെ നിയമിതനാക്കുകയാണെങ്കിൽ, ഒരു പൊതുനിയമനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലേക്ക് ഒരു വ്യക്തിയെ അന്യായമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ നിയമനത്തിനെ ചോദ്യം ചെയ്തുകൂടെ നിങ്ങൾക്ക്? അല്ലേ? ആർട്ടിക്കിൾ 16 എന്ത് പറയുന്നുണ്ട്? എല്ലാവർക്കും പൊതു നിയമനങ്ങളിൽ അവസര സമത്വമുണ്ട്. ആ പൊതു നിയമനങ്ങളുടെ അവസര സമത്വം നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തിയെ അന്യായമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഈ പൊതു നിയമനങ്ങളിലേക്ക് നിയമിക്കപ്പെടുകയാണെങ്കിൽ ആ പറയുന്ന നിയമനത്തിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ചോദ്യം ചെയ്യാൻ സാധിക്കണം. കാരണം അനുച്ഛേദം 16 ലംഘനമല്ലേ? ആണ്. നിങ്ങൾക്കപ്പോൾ എപ്പോൾ പോവാം? എവിടെ പോവാം? സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ പോകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്തുത്തരവിടും? അവിടെ കോവാരണ്ടോ ഇഷ്യൂ ചെയ്യും. കോവാരണ്ടോ ഇഷ്യൂ ചെയ്യപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി ഹോൾഡ് ചെയ്യുന്ന ആ പോസ്റ്റിൽ നിന്ന്, ആ നിയമിക്കപ്പെട്ട പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യും? പുറത്താക്കിയിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കാം. LP UP എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് ഒരു 50 പോസ്റ്റുകളാണ് PSC വിജ്ഞാപനം ചെയ്തതെന്ന് വിചാരിക്കുക.
50 പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവസര സമ്മതം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഒരു 10 പോസ്റ്റുകളിലേക്ക് എക്സാമിനേഷൻ ഒന്നും നടത്താതെ ആരുടെയൊക്കെയോ ബന്ധക്കാരെയോ സ്വന്തക്കാരെയോ കൂട്ടുകാരെയോ ഒക്കെ അപ്പോയിന്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് അല്ലേ നടക്കുന്നത്? ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ നിയമവിരുദ്ധമായിട്ടാണ് അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ശരിയായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ 10 പേരുടെ നിയമനത്തിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്തുകൂടെ? ചോദ്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ അപ്പോയിന്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുകയും ആ ചോദ്യങ്ങൾ ആരോട് ചോദിക്കണം? സുപ്രീം കോടതിയോടും ഹൈക്കോടതിയോടും നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് കോ വാറന്റിലൂടെ ചോദിക്കാൻ സാധിക്കുകയും അവരുടെ നിയമനങ്ങൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമനത്തിനെ ശരിയല്ലെങ്കിൽ നിയമവിരുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ആ നിയമനത്തിനെ റദ്ദാക്കുകയും ബാക്കി വന്ന ആ 10 പോസ്റ്റുകൾ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തെന്നൂടെ? തീർച്ചയായിട്ടും തരാം. അപ്പോൾ ആ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന റിട്ടിന് പറയുന്ന പേരാണ് കോ വാറണ്ടോ എന്ന് പറയും. എന്താണ്? കോ വാറണ്ടോ എന്ന് പറയും. അപ്പോൾ ഈ കോ വാറണ്ടോയിൽ ബേസിക്കലി നടക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ചെയ്യുകയല്ലേ, നിങ്ങൾ ചോദ്യം ചെയ്യുകയല്ലേ, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ വ്യക്തിയെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, എന്ത് യോഗ്യതയുണ്ട് ആ വ്യക്തിക്ക് ആ പോസ്റ്റിലിരിക്കാനെന്ന് നിങ്ങൾ ചോദിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോ വാറണ്ടോ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കണക്റ്റഡ് വാക്ക്. കോ വാറണ്ടോ, ക്വസ്റ്റ്യൻ ചെയ്യുക. സോ ഈ വാക്കുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ഏതാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ റിട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. സോ നമുക്കൊന്നോടെ നോക്കിയാലോ. ഹേബിയസ് കോർപ്പസ്, ഹ്യൂമൻ ബോഡി, കണക്റ്റഡ് വാക്കാണ്. മാൻഡമസ്, മാൻ മസ്റ്റ് ഡു ഇറ്റ്. നെക്സ്റ്റ് വൺ പ്രൊഹിബിഷൻ, പ്രൊഹിബിറ്റ്. സെർഷ്വറി, ട്രാൻസ്ഫർ, സെർഷ്വറി, ട്രാൻസ്ഫർ. ആൻഡ് ലാസ്റ്റ് വൺ കോ വാറണ്ടോ, ക്വസ്റ്റ്യൻ ചെയ്യുക. കോ വാറണ്ടോ, ക്വസ്റ്റ്യൻ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വൃട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ചോദ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഈ എക്സ്പ്ലനേഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണെങ്കിലും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.